സീറോ ഓവർ തുടരുന്നു. കൈക്കൂലി കേസിലെ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടതിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ വിമർശനം. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ട് 3 ആഴ്ച കഴിഞ്ഞുവെന്ന് പറഞ്ഞ കോടതി മാസങ്ങളോളം കേസ് എങ്ങനെ നീട്ടിവെക്കാനാകുമെന്നും ചോദിച്ചു. ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ചൊവ്വാഴ്ച വരെ നീട്ടി. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, ഈ കേസിൽ ഹൈക്കോടതിയുടെ നീക്കത്തെ ഇടപെടലിനെ എങ്ങനെ കാണാം? സൈഫുദ്ദീൻ, ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇന്നിപ്പോൾ ഈ ജാമ്യ ഹർജി പരിഗണിച്ചത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ തന്നെ ഒരാഴ്ച കൂടി സമയം നീട്ടി ചോദിക്കുകയാണ് വിജിലൻസ്. അതായത് ഒബ്ജക്ഷൻ റിപ്പോർട്ട്, ഇതിനെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കുറച്ചുകൂടി സമയം ചോദിക്കുകയാണ് ഹൈക്കോടതിയോട് വിജിലൻസ് ചെയ്തത്. അപ്പോഴാണ് ചില വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. 25-ാം തീയതി, കഴിഞ്ഞ മാസം 25-ാം തീയതി ഫയൽ ചെയ്ത പ്രത്യേകിച്ചൊരു മുൻകൂർ ജാമ്യ ഹർജിയാണ്. ആ ഹർജി ഇന്നിപ്പോൾ ഏകദേശം 3 ആഴ്ച പിന്നിടുന്നു. ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഇങ്ങനെ മാസങ്ങളോളം നീട്ടിവെക്കാൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചക്കകം തന്നെ അതുമായി ബന്ധപ്പെട്ട് കേസ് ഡയറിയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഒബ്ജക്ഷൻ റിപ്പോർട്ടും സമർപ്പിക്കണം. അതുവരേക്ക് ഈ ഇടക്കാല ഉത്തരവ്, നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് വരുന്നത് വരെ, പ്രത്യേകിച്ച് ഒരു ആന്റിസിപ്പേറ്ററി ബെയിലാണ്, അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടി വന്നതിന് ശേഷമാണ് അന്തിമ തീരുമാനമെടുക്കുക. അതുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ച ഈ വിഷയം ഹിയർ ചെയ്യാനും അതിൽ വാദം കേൾക്കാനും അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചൊവ്വാഴ്ച വരെ സമയം നീട്ടിയിട്ടുണ്ട്. ആ തീയതി വരെ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നേരത്തെ നൽകിയ ഇടക്കാല ഉത്തരവ് തുടരുകയും ചെയ്യും. എന്തായാലും വിജിലൻസിനെ സംബന്ധിച്ച് ഈ കേസിൽ നിർണായക നീക്കങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഇഡിക്കെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് തന്നെ ഇഡിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നോട്ടീസ് കൈമാറുകയും അവിടെ ഓഫീസിൽ എത്തി തന്നെ രേഖാമൂലം ഔദ്യോഗിക സ്വഭാവത്തിൽ ആ നോട്ടീസ് കൈമാറുകയും ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ഇഡിയുടെ ഭാഗത്ത് നിന്ന് വിജിലൻസിന് വേണ്ടത്ര വിവരങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ സഹകരിക്കുന്നില്ല എന്നാണ് വിജിലൻസിന്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നേക്ക് ഈ ഹർജി പരിഗണിക്കുന്നവരെ എന്തായാലും പ്രോസിക്യൂഷൻ എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതൊരു വാദം കോടതിക്ക് മുമ്പിൽ വെച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോഴാണ് ഒരാഴ്ച കൂടി ഈ വിഷയത്തിൽ വിജിലൻസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സമയം ചോദിക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ, ആ സ്വഭാവത്തിൽ വരുന്ന ഒരു ജാമ്യ ഹർജിയിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചക്കകം തന്നെ അത് ഫയൽ ചെയ്യണം. അന്നേക്ക് ആ കേസ് വാദം കേൾക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിജിലൻസിന് ഒരു വിമർശനം വരികയാണ്. സ്വാഭാവികമായും അതുവരേക്ക് അടുത്ത ചൊവ്വാഴ്ച തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോൾ അതുവരേക്ക് നേരത്തെയുള്ള അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഉത്തരവ് നീട്ടി നൽകുകയും കോടതി ചെയ്തിരിക്കുന്നു. സൈഫുദ്ദീൻ. ശരി മുജ്തബ.